എന്ത് എന്ത് പറ്റി? എന്ത് പറ്റിയെന്ന്? ഒന്നുമില്ല. നല്ല പാർട്ടികള്. സത്യം പറ, ഇവിടെ എന്തായിരുന്നു പരിപാടി? എന്ത് പരിപാടി? ഇവിടെ പല പരിപാടി ഉണ്ടാവും. നിനക്ക് വീട്ടിൽ കയറി വരുമ്പോ മര്യാദയ്ക്ക് വന്നാൽ എന്താണ്? ആ വാതിലൊന്ന് മുട്ടുക, ഇല്ലെങ്കിൽ ഒന്ന് ഒച്ച ഉണ്ടാക്കുക. ഞങ്ങൾ 2 ആണുങ്ങൾ മാത്രം താമസിക്കുന്ന വീടല്ലേ ഇത്? ആ വിളിക്കണ് എപ്പ നോക്കിയാലും വിളിയാണ്. ഭാഗ്യത്തിന് ഞങ്ങൾ മാങ്ങുന്നോണ്ടിരിക്കുന്നു. വേറെ വല്ല അവസരത്തിലാണെങ്കിലോ? എന്താ അവസരം? നീ എന്താ ഉദ്ദേശിച്ചത്? അല്ല പറയ. അങ്ങനെ വഴിക്ക് വാ. ഞാൻ ഊഹിച്ചല്ലേ ശരി. എന്നെ ഒരുമാതിരി പൊട്ടനാക്കല്ലേ. ഏവൻ കിടന്ന് പരിങ്ങണപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. അകത്താര് അമ്പാള, അത് വേറെ വല്ലൊരു. എടാ എന്നെ ഇവിടെ കൂട്ടറ. പിടിവെള്ളി പൊട്ടി ഇങ്ങനെ ഒരു തന്നെ സഹായിച്ചാ അതിനുള്ള കൂലി ദൈവം തരും. അമ്പാളേ പന്നി. ഓ ദേ വരുന്നു പണ്ടാരക്കൂട്ടം. ഇനി കല്ലെടുത്തെറിഞ്ഞാലും പോവില്ല. പറഞ്ഞു വിട്, ചെല്ലേ പറഞ്ഞു വിട്. അത് പൊട്ടി. വെള്ളം കുറച്ച് മതി മതി മതി. അതെന്താ ഭയങ്കര ചൂടല്ലേ? ആ ഒരു പാട്ട് പാടാം. എങ്ങനെ വീർത്തതടി പുറത്തി, എങ്ങനെ വീർത്തതടി. എന്തൊരു കഷ്ടായത്. ഒന്ന് പോയി തരണ്ട നിങ്ങള്. ഒന്നും പറയാറായിട്ടില്ല. നിങ്ങൾ പോയി ഈ സ്ഥലം വൃത്തിയാക്കി പോയി കുളിച്ച് വന്നിട്ട് വേണം എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ. നീ രണ്ടെടുത്ത് അടിക്കാർക്കാ അല്ല ഉഷാറുണ്ടാവും. നിങ്ങൾ എന്റെ കാര്യം വിട്. ഈ മനുഷ്യനെ നിങ്ങൾ വെറുതെ വിടില്ല എന്ന് വിചാരിച്ചാലോ? പകല് മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കണ ആളാണ്. ഒരു ഭാഗത്ത് ഇരിക്കാനും നിങ്ങൾ സമ്മതിക്കില്ലേ? അതിനിന്ന് വേറെ പോയിട്ടില്ല. വേറെ എവിടെയും പോയിട്ടില്ലെങ്കിൽ എന്ത് തന്നെയല്ലേ പരിപാടി? പോയിട്ട് കുറച്ച് വെള്ളം എടുത്തുന്ന ചെല്ലടാ അല്ലടാ. ഒന്ന് നിർത്തണോ? ഒന്ന് നിർത്തി എണീറ്റ് പോവാ നിങ്ങള്. ഇത് എപ്പ തുടങ്ങിയതാണ്? നിങ്ങൾക്ക് വേണ്ടി പാതിര അവളെ ഉറക്കൊഴിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ആടെ രാത്രിയോടെ ഉറക്കൊളിക്കാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞാ കേറിപ്പോടാ വന്നീ. തമ്പുരാൻ മര്യാദക്ക് സംസാരിച്ചോട്ടാ, ഇല്ലെങ്കിൽ നിന്റെ പല്ലടിച്ച് നിലത്തിടും. ഒരു ദേഷ്യം കണ്ടില്ലേ? എന്തിനാ പന്നി കുറക്കണേ? ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഇഷ്ടമുള്ള ചെയ്യാൻ അവിടെ വീടെടുത്തത്. എനിക്ക് മനസ്സിലാവാത്തത് വെങ്കിടിക്കില്ലാത്ത ദണ്ണത്തിന് നിനക്ക്. ഇന്ന് ഞങ്ങൾ ഇവിടെ കൂടിച്ചെങ്കിൽ ഞങ്ങളുടെ പെണ്ണിനാണ്. നീ എന്തിനാ? ഞാൻ ഒന്നും ചെയ്യില്ല. ഞങ്ങള് ഓനെ ഈടെ തുടങ്ങിയ സൂക്കടാ അധികാരപ്പണി. തമ്പുരോ അതിന്റെ കയ്യിൽ വെച്ചാ മതിട്ടാ. നീ സ്ഥലം വാങ്ങിച്ച് പെരവച്ചാക്കനോട് തിരുത്താണോ ഞങ്ങൾ വെള്ളം കുടിക്കണത്? ഇറക്കിവിടാൻ വന്നിരിക്കണു. മര്യാദക്കില്ലെങ്കിൽ നിന്നെ ഇറക്കിവിടാ. അല്ല പിന്നെ എന്താന്നറിയില്ല, കുറച്ചു ദിവസമായിട്ട് അവനൊരു മാറ്റം, മൊത്തത്തിലൊരു അധികാരഭാവവും, എന്നോട് സ്നേഹമൊക്കെ ഇത്തിരി കൂടുതലാ. അതാ ഈ സംസാരത്തിനൊക്കെ കാരണം. ഇനി നിങ്ങൾ പോയി കഴിഞ്ഞാൽ കരച്ചിലും പിഴിച്ചിലായിരിക്കും. പോടെ. ആ അപ്പൊ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ? എടാ, ഈ ലോകത്ത് നമുക്ക് ആരെ വേണമെങ്കിലും പിടക്കാം, കൂട്ടുകാരൊഴിച്ച്. കൂടെപ്പിറപ്പുകളേക്കാൾ നമ്മളെ സ്നേഹിക്കുന്നത് അവരാടാ. അതുകൊണ്ടല്ലേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നതും കൂടെ കഴിയുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതെല്ലാം. കൂട്ടുകാരെന്ന് പറഞ്ഞ സമ്പത്താണ്, അത് നീ മനസ്സിലാക്കണം. ഈ കള്ളുടിയന്മാരല്ലേ സമ്പത്ത്? ബോധം പോണവരെ ഈ മൂത്രം കുടിച്ച് കയറ്റിട്ടാണ് വാലും തുമ്പില്ലാണ്ട് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ നിനക്കൊന്നും മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി. പക്ഷെ എല്ലാരും കൂടെ കുടിച്ചു മൂത്തിട്ട് എന്നെ വല്ലതും ചെയ്തു പോയ ആര് സമാധാനം പറയും? അയ്യോ, ഉപ്പുമാങ്ങാന്ന് പറയുമ്പോ ഏമ്പ്രാന്തിന്റെ കുണ്ടിന്നാണ് കേൾക്കണമെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. എന്തെന്ന്? കുണ്ടി കുണ്ടി, ഏമ്പ്രാന്തിന്റെ കുണ്ടി. മുഖത്തേക്ക് നോക്ക്.
എന്താ പണി? കുമ്പങ്ങളി എന്ന് കുമ്പങ്ങളി അതല്ലേ ചോറ്. അപ്പൊ കളിക്കണേ. ആ കഴിഞ്ഞ പ്രാവശ്യത്തെ കളി മോശാന്ന് പറഞ്ഞിട്ട് ഒരാളുടെ കാശ് കുറച്ചാ തന്നത്. അറിയോ, എന്റെ പോക്കറ്റിൽ നിന്നെടുത്താ നിങ്ങക്ക് ഞാൻ കാശ് തരുന്നത്. എനിക്കിത് ബിസിനസ്സാ, കുടുംബസേവ എന്നല്ല. അറിയാം, വീണ്ടും നന്നാക്കാം. ഇന്നത്തെ കളിക്ക് നന്നായിട്ട് വന്നാ മതി. ഓ ഇപ്പൊ പഠിക്കണം, അല്ലെങ്കിൽ ഇത് ഒടുക്കത്തെ കളിയെ കൂട്ടിക്കോ. ആയിക്കോട്ടെ. മണിയെ ഓ കുടം വെക്ക്. ആ താളം കൊടു. ശരി, കളിക്കട്ടെ, പഠിപ്പിക്കുക കളി. ആയിക്കോട്ടെ. തുടങ്ങന്നാ ആ നടക്കാൻ കിട്. ആഹാ വന്നോ? എനിക്ക് കളി കഴിഞ്ഞ് വരുമ്പോ ഈ വേഷമൊക്കെ ഒന്ന് അഴിച്ചു വെച്ചുവിടാ. എന്തിന്? പത്താള് കാണട്ടെ. ഞാൻ വേഗം പോയി ചായ ഉണ്ടാക്കട്ടെ. ഇതൊരു കലയാണല്ലേ തമ്പുരു. എന്ത്? ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഏർപ്പാടേ. ആ അതിനുള്ള കൈപുണ്യം ദൈവം നിനക്ക് കനിഞ്ഞു തന്നിട്ടുണ്ട്. അതെ, ഉപ്പ് കൂടാൻ പാടില്ല, മുളക് കൂടാൻ പാടില്ല. ഇനിയിപ്പോ ഈ കത്തിന് തീ ലേശം കൂടുക കുറയുക ചെയ്താൽ പോലും ഭക്ഷണത്തിന് നമ്മൾ വിചാരിച്ച ടേസ്റ്റേ ഉണ്ടാവില്ല. ഇനിയിപ്പോ ഇതാ ചായപ്പൊടി ഇടാൻ പോവാണ്. ഇത്തിരി നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2 സ്പൂൺ കൂടുതലിട്ട് എന്തുണ്ടാവും? കഴിച്ചിട്ട് വായിലേക്ക് വെക്കാൻ പറ്റുമോ? ഇതൊന്നും പെണ്ണുങ്ങൾക്ക് പോലും അറിയില്ല. ആര് പറഞ്ഞു? അതൊക്കെ പെണ്ണുങ്ങൾക്ക് അറിയാം. നീ ആദ്യം ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി, ഓ. എന്നിട്ട് മതി ചായയും ചോറും ഒക്കെ. വേഷമൊക്കെ ഞാൻ മാറ്റാം. അപ്പൊ ഒരു കാര്യം ചെയ്യ്, ചായ നോക്ക്. ഓ മാറ് മാറ്. നീ ഇതിലൂടെ പോയിക്കോ. അയ്യേ, നീ ഇതിലൂടെ പോയിക്കോടെ. മാറത് എങ്ങനെ പോണു? ഇതിലൂടെ പോയിക്കോ. എങ്ങനെ പോണെന്ന്? ഇത്ര സ്ഥലമില്ലേ നിനക്ക് പോവാൻ? മാറി നിൽക്ക്. അയ്യോ നീ പോയിക്കോന്ന്. വയറ് തള്ളി പിടിച്ചു. എന്തിയടാ? ഏയ് ഒന്നുമില്ല. പിന്നെ ഞാനിതൊന്ന് മാറിക്കോട്ടെ വെങ്കടി. അതിന് ഞാനിവിടെ നിന്ന് എന്താ കുഴപ്പം? ആ അത് വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് നാണോണ്. ആ നാണെങ്കിൽ നിനക്ക് നാണോ? നിന്റെ എന്ത് ചെയ്യൂന്ന് ഓർത്തു. വെങ്കി ഇവിടെ നിൽക്കണ ഞാൻ ഊരില്ല ഊരില്ല ഊരില്ല. പോ പുറത്തേക്ക് പോ. പുറത്തേക്ക് ഇതൊക്കെ കണ്ടുപിടിച്ചൊരു തല്ലിക്കൊല്ലണം. എന്തൊരു ചൂടാണ്. ഓ എന്തൊരു സുഖം. എന്താ ഈ കാണിക്കുന്നത്? നാണല്ലാത്ത സാധനം. ഇത്തിരി കാറ്റ് കയറട്ടാ. നാണമാകുന്നു മേനി നോകുന്നു നിന്റെ കൈകൾ എന്നെ മുടുമ്പോ. ഇളം നീലപ്പായയിൽ ചേർന്നിരിക്കാൻ തോന്നുമ്പം പോരുമ്പം ആട്ടമാ തേരോട്ടമാ. ഇതെവിടെ പോയത്? ഇട്ടിട്ടില്ല.
എടാ വെങ്കിടിയും കനകപ്പെണ്ണും തമ്മിൽ പ്രേമാന്ന് കേട്ടു, ശരിയാ? ആവോ. ഓ എന്നെ ഇപ്പൊ തിന്നോ നീ? എല്ലാരും പറയണ്ടടാ, നല്ല കുട്ടിയാടാ അവള്. ഓന് നല്ലോണം ചേരും. നോക്കിയ കണ്ണെടുക്കാൻ തോന്നൂല അതിന്റെ മുഖത്തുനിന്ന്. എന്താ അതിന്റെ ഒരു കണ്ണും മൂക്കും ചിരി? കണ്ണും മൂക്കും ചിരിണ്ടായൊക്കെ അയ്യോ. ബാക്കിയൊക്കെ ഓൻ നോക്കിക്കോളും.